നിങ്ങൾക്ക് നമ്മളെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഡൗട്ട് അറിയണം, ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശദമായി അതിനെപ്പറ്റി അറിയണ നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നിരവധി ആളുകളുണ്ട്. ഇത്രയും ആളുകളെടുത്തുനിന്ന് ഈ 2000 കൂടുതൽ ആളുകൾ ഡീലാക്കുന്ന തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കാരണം ഒരു ദിവസം തന്നെ 8-10 പേഷ്യൻ്റാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസപ്ഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെയൊക്കെ നമ്പർ കിട്ടും. ഇവരാര് വേണമെങ്കിൽ വിളിക്കാം. അതും പോട്ട് നിങ്ങൾ നേരെ വരികയാണെങ്കിൽ ഞങ്ങൾ റിസപ്ഷൻ്റെ കൗണ്ടറിൽ ബുക്ക് എടുത്ത് തരാം. നിങ്ങൾ ആരെ വേണമെങ്കിൽ വിളിച്ചോ, മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന സംഭവമുണ്ട്. വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അവർക്ക് അയക്കണം, ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ അയക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ആവുക നമ്മളാളാണെന്ന്. കാരണം ആൾക്കാർ അങ്ങനെയാണല്ലോ, ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും. ഒരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ. ചീത്തക്കാരിയാണെങ്കിലോ ഒരു കണ്ണും പൂട്ടിയാണ്ട് കൊണ്ട് പൈസ ഇടാനും റെഡിയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് ചോദിക്കുക, ഓക്കെ, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക. അങ്ങനെ അല്ലാതെ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ഈ ഫീൽഡിൽ തന്നെ ക്വാളിഫൈ ചെയ്യാത്ത ആളുകളോട് ചോദിച്ചിട്ട് ചുക്കും ചുണ്ണാമ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക, നിങ്ങൾക്കാണ് അതിൽ നഷ്ടം. നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഇത്രയും ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നമുക്കിപ്പോൾ നിങ്ങളൊരാൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കൂടുതൽ എന്താണ് ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വേറെ കാര്യം കൂടി ഞാൻ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. മിംസ് ആശുപത്രിയിലെ ഡോക്ടേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ HODs, പിന്നെ നിരവധി ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, PG പഠിക്കുന്ന ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റുകൾ, പിന്നെ ഹോമിയോ ഡോക്ടേഴ്സ്, ഇത്രയും ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ലിസ്റ്റ് നോക്ക്, ഞാൻ എത്ര ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് നോക്കി പറയാം ഞാൻ നാളെ മറന്നിട്ടില്ലെങ്കിൽ. നിങ്ങൾ അത്രയും ഡോക്ടേഴ്സ്, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ അപ്പോൾ എന്നെ വിശ്വസിച്ചാണ് ഇതിൽ വരുന്നത്. ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഹെഡ് എന്ന് പറഞ്ഞാൽ അയാളൊക്കെ മീൻസ് ആ സാറൊക്കെ എത്രയോ സീനിയറാണ്. എന്നെ പഠിപ്പിക്കുന്ന ഒരു ലെവലിലുള്ള സീനിയറാണ്, മനസ്സിലായില്ലേ? എന്നെക്കാൾ എത്രയോ സീനിയർ. അപ്പോൾ ആ സാറ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് എൻ്റെ മുകളിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ചെയ്തു. 2 സിറ്റിങ് കഴിഞ്ഞു പോയി. ആ ഒരൊറ്റ കാര്യം മതി എനിക്ക് എന്താ പറയുക സമാധാനമാണ്. കാരണം അത്രയും ഒരു എന്താ പറയുക ജെന്യുവിൻ ആൻഡ് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാളാണ് വന്ന് ചെയ്യുന്നത്. ഒരാളല്ല, നിരവധി ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ, മനസ്സിലായോ? അവിടെ ഒന്നും ചുമ്മാ വന്ന് ചെയ്യില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എനിക്ക് ഇത്രേ പറയുള്ളൂ. ഞാൻ ഇനി സ്റ്റെം സെൽസ് അങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട വിട്ടേക്ക്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കണ്ട HD ഗ്രൂപ്പുകളിലൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ആ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചപ്പത്തിന് അഭിപ്രായം ചോദിക്കുന്നത്. അപ്പം തന്നെ നമ്മളെ വിളിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ കൗണ്ടറിൽ നോക്കി അപ്പം തന്നെ നമുക്ക് ഉത്തരം പറയാം. ചെയ്തിട്ട് അങ്ങനത്തെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ യെസ് എന്ന് പറയാം, മനസ്സിലായോ? അത്രയും കൺഫേം ചെയ്തിട്ട് മാത്രം എന്താ പറയുക അവരെയൊക്കെ അഭിപ്രായം ചോദിക്കുക. അല്ലാതെ കള്ളന്മാരാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നീങ്ങുക. കാരണം നിങ്ങളുടെ പൈസയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇഷ്ടപ്പെടുക. കണ്ട ഇത്രയും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടാനൊരു ചാൻസ് ഉള്ളപ്പോൾ നിങ്ങൾ ലക്ഷങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കാം. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഈ പറയുന്ന നിങ്ങളെക്കാൾ എത്രയോ വിവരമുള്ള ഈ ഫീൽഡിൽ, വിവരമല്ല, നിങ്ങളെക്കാൾ എത്രയോ വിവരം ഈ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ ഇവിടെ എന്നെ വിശ്വസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എനിക്കൊന്നും പറയണ്ട. അത്രയും ഡോക്ടേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഇപ്പോൾ ചിന്തിച്ചു നോക്കും. താങ്ക് യു.